നമസ്കാരം. ഞാൻ ടി.എസ്. ആശാദേവി. ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് യശശരീരനായ ശ്രീ ശ്രീമൂലനഗരം വിജയൻ 60കളിൽ എപ്പോഴോ എഴുതിയ ഒരു കൊച്ചു കഥയാണ്. കഥയുടെ പേര് ജീവിതം ഒരു കാമുകി. ജീവിതഗന്ധിയായ കഥ ഇങ്ങനെയാണ്. ചിത്രകാരൻ രോഗിയായി ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു. സാമ്പത്തിക തകർച്ച ഒരു വശത്ത്, രോഗാധിക്യം മറുവശത്ത്. അകത്തും പുറത്തും ആധിയും നിരാശയും. കടിഞ്ഞാണില്ലാത്ത ചിന്തകൾ അലോസരപ്പെടുത്തിയപ്പോൾ തലയിണ ചുവട്ടിൽ നിന്ന് അയാൾ പേന തപ്പിയെടുത്തു. ഡയറി പോലുള്ള നോട്ട്ബുക്കിൽ ദുഃഖങ്ങളെ മറക്കാൻ ക്ഷണികമായ ആനന്ദത്തിനായി അലസമായി അയാൾ ആ വാർഡിലെ നഴ്സിന്റെ ചിത്രം വരച്ചു. സൗഭാഗ്യമൂലുന്ന മുഖഭാവം, ആതുരരോട് അനുകമ്പയുള്ള ആർദ്ര ദൃഷ്ടികൾ. പേരുപോലും തനിക്ക് അജ്ഞാതമായ സുന്ദരിയായ ആ ശുശ്രൂഷകയെ പരിപൂർണതയോടെ തന്നെ കടലാസിലേക്ക് പകർത്തി. വെൺപ്രാവിന്റെ സൗമ്യതയോടെ രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് വാർഡിൽ ഡ്യൂട്ടി നോക്കുന്ന നഴ്സിന്റെ ചിത്രം. അടുത്ത് കിടക്കുന്ന കട്ടിലിലെ രോഗിയെ ചിത്രകാരൻ ആ പടം കാണിച്ചു. അയാൾ അതിശയിച്ചുപോയി. എന്തു ഭംഗിയായിരിക്കുന്നു! അയാൾ ആ ചിത്രകാരനെ അനുമോദിച്ചു. പറഞ്ഞറിഞ്ഞ് മറ്റു രോഗികളും ആ ചിത്രം കണ്ടു. അവർ കൂട്ടം ചേർന്ന് നിന്ന് ആ പടത്തിന്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു. അപ്പോൾ വാർഡിന്റെ ഒരു വശത്ത് 70 കഴിഞ്ഞ ഒരു ആസ്മ രോഗി കട്ടിലിൽ കുത്തനെ വെച്ചിരിക്കുന്ന തലയിണയിൽ ചാരിയിരുന്ന് കഠിനമായ വലിവോടെ, കിതപ്പോടെ, കഫം കാറുന്ന അടഞ്ഞ തൊണ്ടയോടെ, മരണത്തോടടുത്ത വൈവശ്യതയോടെ വിളിച്ചപേക്ഷിച്ചു, ഒന്ന് ഞാനും കാണട്ടെ. ആളുകൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്വാസം കഴിക്കാൻ പോലും ആകാതെ മരണവെപ്രാളപ്പെടുന്ന വൃദ്ധന്റെ പുക പിടിച്ച കണ്ണുകളിൽ പ്രതീക്ഷാഭാവമുണ്ടായിരുന്നു.